നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയറിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഹെയർ ലോസിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് ആട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ഹെയർ കെയർ വീഡിയോസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ഹെയർ സിറമാണ് കാണുന്നത്. ഹെയർ ലോസ് ഒരു 2 ആഴ്ച കൊണ്ട് സ്റ്റോപ്പായിട്ട് ഹെയർ റീഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സിറാട്ടോ. വളരെ സിമ്പിളാണ്. നമുക്കിത് ഒരു 1 വീക്ക് പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും നമുക്കിത് യൂസ് ചെയ്യാം. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് കഴുകി കളയാണ്ടും യൂസ് ചെയ്യാം. അതായത് ഒരു വാട്ടർ ബേസ്ഡ് ഹെയർ സിറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് രാവിലെയും വൈകുന്നേരം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ലീവ് ചെയ്താൽ മതി. കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കഴുകണമെങ്കിൽ കഴുകുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. അപ്പം ഞാൻ അധികം പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. നമുക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ലോസ് നല്ല രീതിക്ക് തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ മുടി നന്നായിട്ട് കൂടുതലായിട്ട് വളരാനും ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിറ്റമിൻസിന്റെ കുറവ് കൊണ്ടോ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് തേച്ചാലും കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ മസ്റ്റായിട്ട്, അതായത് ഒരു പരിധിയുണ്ട് ഹെയർ ലോസിന്, അതിനും വിട്ടിട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണാം. എന്തായാലും മറ്റുള്ള വിറ്റമിൻ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചിട്ട് മരുന്നുകളും കാര്യങ്ങളും കഴിക്കാം. ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള പുറമേയുള്ള DIY കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. റീഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് വേഗം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ തലേന്ന് റൈസ് എടുത്തിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മൾ ഇപ്പൊ എടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഇങ്ങനെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വൈറ്റ് റൈസ് എടുത്തിരിക്കണേ. അപ്പൊ അത് നമ്മളിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിങ്ങിനായിട്ടൊരു ബൗളിലേക്ക്, ഞാനിത് വേറൊരു കാര്യത്തിനും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമുക്ക് ഇതിന് എടുക്കാം. അപ്പൊ 2 സെയിം അളവ് എടുക്കാം. 2 എന്താ പറയാ സ്പൂൺ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കയ്യിൽ ഞാൻ 2 സ്പൂൺ എടുത്തിരിക്കുന്നത് നമ്മുടെ റൈസ് വാട്ടർ. ഇതിലേക്ക് ഞാൻ എടുക്കാൻ പോണത് ഗ്രീൻ ടീ ആണ്. അത് ഞാനിവിടെ സെയിം അളവിന് എടുത്തിരിക്കണേ. 2 സ്പൂൺ തന്നെ എടുക്കാം നമുക്ക് ഗ്രീൻ ടീ. അപ്പൊ ഗ്രീൻ ടീ നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ മാറ്റാനും മുടി നല്ലോണം സിൽക്കി സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ റൈസ് വാട്ടർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് സോക്ക് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു സ്മെല്ലോ പുളിച്ചിട്ടുള്ള ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ മിക്സിങ്. ഇതിലേക്ക് നിങ്ങളുടെ മുടി ഭയങ്കര ഫ്രിസി ആണ്, നിങ്ങളുടെ മുടി നല്ല ജട പിടിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ ഒരു 1/2 സ്പൂണോ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഒരു ഷൈനി, നമുക്ക് മുടിയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും. എന്റെ മുടി ഓയിലി ആയതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർക്കണില്ല. ഇത് നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴത്തെ ഗുണം കൂടുതലായിട്ട് വേസ്റ്റ് ആവില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് വല്ല സ്മെല്ലും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വെക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ലാവൻഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് 1-2 ഡ്രോപ്പ് ആഡ് ചെയ്താൽ ചെറിയൊരു ഒരു സ്മെല്ലും കൂടെ കിട്ടും. അപ്പൊ നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്പ്രേ സെറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഹെയറിന്റെ എല്ലാ ഡാമേജസും മാറ്റുകയും ചെയ്യും. പ്ലസ് നമ്മുടെ ഹെയർ റീഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. 2 നേരം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. രാവിലെ വൈകുന്നേരം മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ, കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ സിറം ഇതുമാതിരിയാണ് ഇരിക്കണത്. ഞാനിപ്പോൾ ഒരു ഫുൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ഗ്രീൻ ടീയുടെ ഒരു ചെറിയൊരു യെല്ലോ കളറാണ് വരിക. വളരെ സിമ്പിളാണ്. നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ മാത്രം നമ്മുടെ മുടിയിലേക്ക് എടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഡ്രൈ ഹെയർ, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രിസി ഭയങ്കര ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. അപ്പം ഒന്നും കൂടി ഒന്ന് മുടി ഒതുങ്ങി നിൽക്കാനും ഷൈനി ആയിട്ടിരിക്കാനും സഹായിക്കും. അപ്പം ഇങ്ങനെയാണ്, സിമ്പിളാണ് അപ്ലൈ ചെയ്യാനായിട്ട്, വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ സിറട്ടോ. ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി നമുക്കിത് രാവിലെ നമ്മുടെ മുടി ഒന്ന് നന്നായിട്ടൊന്ന് ഈ പോർഷൻസ് ഒക്കെ ഒന്ന് തിരിച്ച് എല്ലാവരും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിരിച്ചിടുക, ഉണങ്ങാൻ കെട്ടിവെക്കാം. അല്ല നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇതങ്ങനെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഇല്ല. നമ്മുടെ ഗ്രീൻ ടീയും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള റൈസിന്റെ വാട്ടറുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പുളിച്ച മണം നമുക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലും ഇല്ല. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് വേണമെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം എത്രയേ ഉള്ളൂ, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ജസ്റ്റ് നമ്മൾ ഇതുമാതിരി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഒരു 7 days തന്നെ യൂസ് ചെയ്യുമ്പോൾ അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും, അതായത് 2 നേരം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവും. പിന്നെ ഒരു 1 month കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മുടി റീഗ്രോത്ത് 2 weeks തന്നെ കംപ്ലീറ്റ് നമ്മുടെ ഡാമേജസ് മാറി മുടി റീഗ്രോത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് അപ്പം തന്നെ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം ഇത് പുറത്ത് വെച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുടിക്ക് ഈ ഗ്രീൻ ടീ ആണെങ്കിലും നമ്മുടെ റൈസ് വാട്ടർ ആണെങ്കിലും നല്ല ഷൈനി ആയിട്ട് നല്ല സിൽക്കി സ്മൂത്ത് ആവാനും കൂടി സഹായിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ടോട്ടലി നമ്മുടെ മുടിക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ല രീതിക്കുള്ള ഒരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഹെയർ ഡാമേജസ് മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഹെയർ സിറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സിറാണ്, സിമ്പിൾ ആണ് യൂസ് ചെയ്യാനും, രാവിലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യണ മാതിരി തന്നെ, അതുപോലെ തന്നെ വൈകുന്നേരം നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ലീവ് ചെയ്യുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുടി കെട്ടി വെക്കാം. അല്ല നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു വാഷ് ചെയ്യണ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ കുളിക്കണേ മുന്നേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇത് യൂസ് ചെയ്യാം. നമുക്ക് യാതൊരു കുഴപ്പമില്ല, കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, കഴുകിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു 1 week അല്ലെങ്കിൽ ഒരു 4-5 days നമുക്കിത് പുറത്ത് വയ്ക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് വൈകുന്നേരം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് ഹെയറിൽ നന്നായി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കഴിയുന്ന വരെ യൂസ് ചെയ്യാൻ പറ്റും. ലൈഫ് കൂടുതലായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ കുറേ പേര് ഈ ഹെയർ ലോസിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആണ്, വലിയ കുറേ അധികം ഇൻഗ്രീഡിയൻസുകളോ അങ്ങനെ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്മെല്ലുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് വരില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.